ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഡോനറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എപ്പോൾ ഉണ്ടാക്കിയാലും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഡോനറ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇതേപോലുള്ള ഈസ്റ്റാണ്. ഈ ഒരു ബോട്ടിൽ ഈസ്റ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ഈസ്റ്റ് ഏകദേശം ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ 1.5 കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി അതിലോട്ട് 6 ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം വേണ്ട കേട്ടോ, ഒരു ചെറിയ ചൂടുള്ള വെള്ളം മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ഈസ്റ്റൊക്കെ നല്ലപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കുറച്ചൊരു ചൂടുള്ള സ്ഥലത്ത്, ഞാൻ ഓവൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയാലേ നമ്മുടെ ഡോനറ്റ് കറക്റ്റ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ, നല്ലപോലെ പൊങ്ങി വന്നിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. ഈ ഒരു 2 കപ്പ് അളവിൽ മൈദ എടുക്കുന്ന സമയത്ത് നമുക്ക് 14 ഡോണറ്റാണ് കേട്ടോ കിട്ടുക. ഒരു മീഡിയം സൈസിലുള്ള 14 ഡോണറ്റ്. അതിന് അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 9-10 ഡോണറ്റ് വരെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലോട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോനറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഞെക്കി നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവും, നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന നല്ല സോഫ്റ്റ് ഡോണറ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക. മുട്ട ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഹാർഡായി പോവും ചൂടാറി കഴിയുന്ന സമയത്ത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞാലും അല്ല 5 ദിവസം വരെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ പുറത്ത് വയ്ക്കാൻ പറ്റുന്ന ഡോനറ്റാണ് കേട്ടോ. കേടാവാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു സ്മെല്ല്, മുട്ടയുടെ സ്മെല്ല് വരാണ്ടിരിക്കാനാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കുക. എത്രത്തോളം നിങ്ങൾ ഈ ഒരു ഡോനറ്റിൻ്റെ മാവ് കുഴയ്ക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഈ ഒരു ഡോനറ്റ്. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഈ ഒരു ബൗളിലിട്ട് കുഴച്ചതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന മുട്ടയുടെ വലുപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഈ ഒരു പാല് വേണ്ടി വരും. ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാക്കരുത്. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊക്കെ കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലൂസാണ് അല്ലെങ്കിൽ ടൈറ്റ് ആണെന്നുള്ളത്. അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് പാല് ചേർത്ത് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ വലിഞ്ഞിട്ട് വരും. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോനറ്റ് കുക്കായി വരുന്ന സമയത്ത്, ഫ്രൈ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ശരിക്കും അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രത്തോളം നല്ല പോലെ കുഴച്ചെടുക്കുക. ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടറോ ഓയിലോ തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു 1-1.5 മണിക്കൂർ, നിങ്ങളുടെ ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 2 മണിക്കൂറിനുള്ളിലൊക്കെ പൊങ്ങി കിട്ടുള്ളൂ. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിലൊക്കെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും വെച്ചിട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതേപോലെ ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ പൊങ്ങാൻ വെക്കുന്ന സമയത്ത് ഇതേപോലെ കൈ വെച്ചിട്ട് മേലെ ഭാഗം ഒക്കെ നല്ല ലെവലാക്കിയിട്ട് താഴെ ഭാഗത്തോട്ട്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ താഴെ ഭാഗത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഉള്ളോട്ടാക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മേലെ ഭാഗത്ത് കുറച്ചും കൂടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 1-1.5 മണിക്കൂർ ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം.
1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നല്ല പോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മുടെ ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ വേണം കേട്ടോ പരത്താൻ. ഒരുപാട് അങ്ങനെ തിന്നാക്കിയിട്ട് ചെയ്യേണ്ട. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തി കൊടുത്തിട്ട് ഒരടുപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുഭാഗത്ത് ഒരു നോസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ അടുപ്പ് വെച്ചിട്ടോ അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നടുഭാഗത്തെ ഹോൾസ് ഒരുപാട് വലുതായി പോയാൽ ഈ ഒരു ഡോനട്ട് കുറേ എണ്ണ കുടിക്കും കേട്ടോ. ഒരുപാട് എണ്ണ ഇതിന് ചിലവാകും. അപ്പോൾ ചെറിയ ഹോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു 12 എണ്ണമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 3 എണ്ണം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചെയ്തു. അല്ലാത്തതൊക്കെ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റും കൂടെ നമ്മൾ ഇതൊന്നും കൂടെ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്നെസ്സിൽ നിങ്ങൾ ആദ്യം തന്നെ കട്ട് ചെയ്യരുത്. ചെറിയ തിക്നെസ്സിൽ കട്ട് ചെയ്ത് 15 മിനിറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്നും കൂടെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. വലുപ്പം വെച്ചിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റും കൂടെ വീണ്ടും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതെല്ലാം ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് കുക്കാവും. ഓരോ ഭാഗവും ഒരു 2 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് 2 ഭാഗം കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഡോണറ്റ് റെഡിയാവും. ഒരുപാട് ബ്രൗൺ ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഹാർഡായിട്ട് പോവും. അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ കോരിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഡോണറ്റ് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഡിപ്പ് ചെയ്യുന്നത് ചോക്ലേറ്റിലാണ്. അപ്പോൾ ഞാനതിന് 1/2 കപ്പ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അതിലോട്ട് ഓരോ ഡോണറ്റും എടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഡോണറ്റ് റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഡോണറ്റാണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്കും സിമ്പിളായിട്ട് അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഡോനറ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്.